നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം LDF നേതാക്കൾ, പ്രത്യേകിച്ച് CPI നേതാക്കൾ ഇവിടേക്ക് എത്തി ഗോപിനാഥുമായി സംസാരിച്ചു എന്ന് പറയുന്നു. അതൊരു ആ സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അവരെ അറിയിച്ചു. അതൊരു സുഹൃത്ത് സമ്മേളനം അല്ല, അവർ അറിയിച്ചിരുന്നു ഈ സമയത്ത്. അവരെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച അവർ വന്നപ്പോൾ പൂർണ്ണമായും 2-3 മണിക്കൂർ ഞങ്ങളിരുന്ന് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ശക്തമാക്കുകയും ഇതിൻ്റെ A to Z ഞാൻ അവരെ ബോധ്യപ്പെടുത്തുകയും ലഭിച്ച ഒരു മറുപടി എങ്ങനെയാണ്? അത് സംഘടനാപരമായ ഒരു പ്രശ്നമായതുകൊണ്ട് ഇപ്പം ഞാൻ പരസ്യമായി പറയുന്നില്ല. എന്നാൽ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ്. അനുകൂലം പറഞ്ഞാൽ പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വിരുദ്ധമായി നിൽക്കുന്ന 2-3 ആളെ പുറത്താക്കിയിട്ടുണ്ട്. അവർ ആഫ്റ്റർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ചർച്ച ചെയ്യും, സംഘടനാപരമായ ചർച്ച ചെയ്യും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞു. വലിയൊരു സൗഹൃദത്തിലാണ്. ആ സൗഹൃദം നിലനിർത്താൻ തന്നെയാണ് തീരുമാനം, അതോ ആ സൗഹൃദം പിന്നോട്ട് പോകാൻ എന്നുള്ളതാണ്? ഞാൻ എപ്പോഴും പിന്നോട്ട് പോകുന്നൊരു പ്രശ്നമില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളെ ആശ്രയിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എനിക്കുണ്ടായിട്ടില്ല. ഒരു നയപരമായി കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളുമായി യോജിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വ്യക്തികളുമായിട്ട് അഭിപ്രായമാണ്, നയങ്ങളുമായുള്ള പഴയ കോൺഗ്രസിൻ്റെ സിദ്ധാന്തങ്ങളും ശൈലികളൊക്കെ മാറി എന്ന് തോന്നിയപ്പോൾ ഞാൻ കോൺഗ്രസ് നിന്ന് സജീവത്വം നിർത്തി സൈലൻ്റ്. അത് പുറത്താക്കുന്നവരെത്തി മുഖ്യമന്ത്രിയുടെ പരിപാടി നടത്തിയപ്പോൾ രാജിവെച്ചിട്ടും എന്നെ പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ താങ്കളുടെ ഈ സംവിധാനവും സ്വതന്ത്രമായി നിൽക്കുമോ അതോ LDFൻ്റെ ഒപ്പം നിൽക്കുമോ? അല്ല, ഞങ്ങളിപ്പോൾ സ്വതന്ത്രമാണല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് LDFൻ്റെ കയ്യിൽ വരികയും ചെയ്തല്ലോ. അവിടെയൊക്കെ ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്നെ കാണാനായിട്ട് മാത്രം വന്നതൊന്നുമല്ല, ഒരപ്രതീക്ഷിതമായി ഏതോ കാര്യത്തിന് വന്നപ്പോൾ അവർ വന്നു ചേർന്നു. വന്നപ്പോൾ കൂടുതൽ നേരം ഇരുന്നു, എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിച്ചു. എൻ്റെ രാഷ്ട്രീയ നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചു പോകണം, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നവർ പറയുകയുണ്ടായി. ഞാൻ അതുമായി യോജിച്ചു. അതിനുള്ള ചില കാര്യങ്ങൾ അത് സംഘടനാപരമായി പറയേണ്ടതാണ്, പറയേണ്ടതല്ല, പരസ്യമായി പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി, സ്വാഭാവികമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ നേതാക്കളൊക്കെ വരുന്നതിൽ കുറച്ച് വൈകിപ്പോയി എന്നുള്ളൊരു പരാതിയുണ്ട് ഗോപിനാഥിന്. നേതാക്കന്മാർ വരുന്നതിലോ? അല്ല, അത് ഞാൻ ഗൗരവമായി എടുക്കുകയാണ്. CK ബാലൻ, അതുപോലെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, പിന്നെ നമ്മുടെ ആലത്തൂർ പഴയ MLA CK രാജേന്ദ്രൻ, ഇവരെപ്പോലുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ വരിക പറഞ്ഞാൽ അവർക്കൊരുപാട് ജോലിയുണ്ടല്ലോ. പെരുങ്കോട്ടൂശിയിലെ 10 ആളുടെ പ്രശ്നമല്ലല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവൾ വളരെ സീരിയസ് ആയി അതിൻ്റെ ഇടയിൽ ഓടി നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെയുള്ള കൊച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ സമയം കണ്ടെത്തി വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾക്ക് മാത്രമല്ല പ്രശ്നങ്ങളുണ്ട്, താങ്കളുടെ കൂടെ മത്സരിച്ച നിരവധി പ്രവർത്തകരുണ്ട്, അവരൊക്കെ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ അനുഭാവികളായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരും വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ്. അവരെ ഒന്നിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തും. അവരെ ഞങ്ങൾ 2-3 തവണ യോഗം കൂടിക്കഴിഞ്ഞു. ആ കാര്യത്തിലൊക്കെ ഞങ്ങളൊരു നയം എടുത്തെടുക്കുന്നത് നിലവിലുള്ള, നമ്മളെപ്പോഴും എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു നയം ഞങ്ങൾ എടുത്തിട്ടില്ല. നയപരമായി ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. അത് ഇപ്പോഴും എല്ലാ യോഗത്തിലും അത് ശരിയായ രീതിയിൽ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് തീരുമാനിച്ചു.